ഹായ് പരിപാടി. ഏതായാലും നനഞ്ഞു, കുളിച്ചിട്ട് കയറാം. ഞാനേ ഒരു ചക്ക വറുത്ത് ഇറയും കഴുകണം, ചക്കയും കഴുകാൻ വെച്ചു. ചക്ക എൻ്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടു. എൻ്റെ കൺട്രോള് പോയി. ചക്ക കയ്യിൽ നിന്ന് പോയി. പതുക്കെ കൊത്തുന്നത് കഴുത്തിന് കൊള്ളുന്നുണ്ടോ? പതുക്കെ വഴിയുണ്ട്. ചോണനുറുമ്പ് ഇത്രേ വേണ്ടു. ഇഷ്ടം പോലെ ചക്കയാണ്. ചക്കനെ കൊണ്ടൊരു നിവർത്തിയില്ല. പിന്നെ ലാസ്റ്റ് ഉണ്ടായ ചക്ക, അതുകൊണ്ട് സ്വാതന്ത്ര്യമുണ്ട്. വീണ് മുഴുവൻ വീണുപോയി. ഇങ്ങനെ വീണ് കഴിഞ്ഞു. പിന്നെ കത്തിക്ക് ഭയങ്കര മൂർച്ച. ഈ മഴയത്ത് ഒരു 2 ചുള, ഒരു 2 ചുള വറവിലിടാട്ടോ. വറവില് മീൻ ചക്ക വെച്ചത്, ഒരു കടുകും മുളകും എല്ലാം വറുത്തിട്ട്. ഇതിപ്പോൾ മഴയായിന്ന് വെച്ചിട്ട് കഴിക്കാതിരിക്കാൻ പറ്റുമോ? ഏതായാലും നനഞ്ഞു, കുളിച്ചിട്ടേ കയറൂ. പിന്നെ ഞാനൊരു സർവീസ് സംഘടനേൻ്റെ പൈസയും വാങ്ങിയിട്ടില്ല, ആരെയും പിടിക്കാനും പോയിട്ടില്ല, കട്ടിട്ടുമില്ല, ചുമരെഴുതിയിട്ടുമില്ല. ഏതായാലും നനഞ്ഞു, കുളിച്ചിട്ടാ കയറും. പിന്നെ മന്ത്രിമാരോ നേതാക്കന്മാരൊന്നും കാല് പിടിച്ചിട്ടൊക്കെ ജോലിയൊന്നുമല്ല. അപ്പം കുളിക്കും, കിടക്കും. ഞാൻ ആ ഒരു വലിയ കാട്ടിലേക്ക് പോയിട്ടാണ് വരുന്നത്. വലിയൊരു കാട്. ആ കാട്ടിലേക്ക് പോയി. അപ്പം ഈ ഞങ്ങളെ നാട്ടിൽ പറയും കൊടുത്ത. വേനൽക്കാലത്ത് ഞാൻ വെള്ളം ചിലവാക്കുമ്പോൾ എല്ലാവരും പറയും വെള്ളം കളയുന്നു. ഈ സമയത്ത് വെള്ളം കളയാമല്ലോ അല്ലേ? ചക്കേൻ്റെ പൊടി പിന്നെ അങ്ങോട്ട് ഒരു ലോപ്പായിട്ട് വിട്ടാൽ പിന്നെ അതങ്ങ് പോയിക്കോളൂ. ഇവിടെ വെച്ചാലേ ഈച്ചയും കൊതുവൊക്കെ വരുമല്ലോ. റൂമൊന്നും അപ്പ എടുത്ത് കളയണം. റൂമൊന്നും വെക്കരുത്, അപ്പം കളയണം. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വരും. പുളീൻ്റെ ഇലയ്ക്ക് സമാധാനമായല്ലോ, പുളിയില്ലല്ലോ. പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ എ.വി. ലേജു, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക്
മഴക്കാലത്ത് പുളിൻ്റെ ഇല വെള്ളരിച്ച് കളഞ്ഞ വലിയ പൈസയാവും കറണ്ട് ചാർജ്. 25 വർഷത്തെ പോരാട്ടാണ്. പക്ഷെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാലും അതിൻ്റെ മേലെ പഞ്ചായത്ത് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്ക് വേണ്ട സഹായം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉപകാരം. ഒരുപാട് നന്ദി, സ്നേഹവും ലേജു കാണിച്ച മനുഷ്യത്വത്തിന് ഒരുപാട് നന്ദി, സ്നേഹവും. ഇനി കുളിമുറിയിൽ നിന്നൊന്നും കുളിക്കൂല, കാരണം കാട്ടിൽ പോയിട്ട് ഭയങ്കരമായിട്ട് ചൊറിഞ്ഞാടുന്നു. വലിയ വനാന്തരല്ലേ മഴയായതുകൊണ്ട്. ഒരു ഫ്രെയിമിൽ എന്തെല്ലാമായി കുളിച്ചു, ഒരു ഫ്രെയിമിൽ കുളിച്ചു, ഒരു ഫ്രെയിമിൽ ചക്ക മുറിച്ചു, ഒരു ഫ്രെയിമിൽ പഞ്ചായത്ത് പ്രസിഡന്റിനോടെല്ലാം നന്ദി അറിയിച്ചു. പിന്നെ ഒരു ഫ്രെയിമിൽ മുറ്റം കഴുകി ഇറയം കഴുകി, എല്ലാം ഒരു ഫ്രെയിമിലാണ്. പിന്നെ മഴ ആസ്വദിച്ചു. മഴ നമ്മൾ കടലിലും പുഴയിലൊന്നും ഈ മഴക്ക് പോവരുത്. നമുക്കത് അതിൻ്റെതായൊരു സമയമുണ്ട്. നമ്മളിപ്പോൾ ന്യൂസിലെല്ലാം ഒഴുക്കിൽ പെട്ടു. അത് വലിയ വലിയ പിള്ളേർ, വാർത്ത വായിക്കുന്ന, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പിള്ളേർ ഒഴുക്കിൽ പെട്ടു, യുവാക്കൾ മരിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമല്ലേ. ഇപ്പം യുവാക്കളെല്ലാം ഒന്ന് ചിന്തിക്കേണ്ടത് അർമാദിക്കുന്നതിനൊരു കൺട്രോൾ വേണം, ഇല്ലെങ്കിൽ നമ്മളെ ജീവൻ അപകടത്തിലാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ നാടൻ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, കട്ടൻ കുടിക്കുക, വെള്ളത്തോട് ഇഷ്ടമാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യുക. പിന്നെ ചെടികൾ നടുക. ഇപ്പൊ പറമ്പിൽ നമുക്ക് തൈകളെല്ലാം വെക്കാൻ പറ്റിയ സമയമല്ലേ, തൈകൾ വെക്കുക. അസുഖം വരുന്നവരാണെങ്കിൽ ഒരു കവർ, എൻ്റെ സൗണ്ടിന് പ്രശ്നം, അല്ലെങ്കിൽ ഞാൻ തലയിൽ വെള്ളമൊഴിക്കുന്ന ആളാണ്. മണിക്കൂറുകളോളം തലയിൽ വെള്ളമൊഴിക്കാൻ പഠിച്ചത് 1 മാസത്തിൻ്റെ അടുത്ത് പ്രതിഷേധ കുളിച്ചപ്പോൾ ഞാൻ നന്നായിട്ട് വെള്ളം എൻ്റെ ശരീരം ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വെള്ളം കാരണം ഞാൻ അത്രമാത്രം വെള്ളം എൻ്റെ ശരീരമായിട്ട് പൊരുത്തപ്പെട്ടു. പൊതുവെ മഴ കൊണ്ടാലും പിന്നെ അസുഖമൊന്നും വരാറില്ല പൊതുവെ. ഇനി മാരകമായ അസുഖം ഒരുമിച്ച് വരുമോയെന്നറിയില്ല. പക്ഷേ എനിക്ക് മഴയോ വെയിലാണ് എനിക്ക് പിന്നെയും എനിക്ക് മഴ, വെള്ളം അതൊന്നും എൻ്റെ ഒരു വിഷയേ അല്ല. എത്ര വേണമെങ്കിലും ഞാൻ വെള്ളം ശരീരത്തിൽ ഒഴിക്കുന്ന ആളാണ്. കുളി പോയതുകൊണ്ട് നല്ല വെളിച്ചാണ്, നല്ല വെളിച്ചാ. പിന്നെ 2 കിണറുണ്ട്, വെള്ളത്തിന് എപ്പോഴും പ്രശ്നമില്ല. 2 കിണറുണ്ട്. അപ്പോൾ ഇറയം കഴുകി ഈ ഹാങ്ങിങ്ങിന് നല്ല മഴ കൊള്ളൂല, ലേശുള്ളിലോട്ടാ. പിന്നെ ഒരു ചെറിയ പീസ് ചക്ക മുറിച്ചെടുത്തു. പിന്നെ ഇവിടെ ഇല്ല ചക്കേൻ്റെ അഴുക്കെല്ലാം കളഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടന്നു. നമുക്ക് തടി അനങ്ങാതെ ഒന്നും നടക്കില്ലല്ലോ, കുറച്ച് നമ്മൾ തടി അനങ്ങണം. പിന്നെ എന്താ പറയണ്ടത്, കുറച്ച് സ്ട്രെയിൻ എടുക്കണ്ടേ. ശരിക്കും മഴക്കാലത്ത് നമ്മളെ കിണറിലെ വെള്ളത്തിന് ചൂട് എന്താ അങ്ങനെ, അല്ലെങ്കിൽ നല്ല തണുപ്പായിട്ടല്ലേ നമുക്ക് ഫീൽ ചെയ്യുക. സമരം ആദ്യം ആരംഭിച്ചതല്ല, ഞാൻ മഴ ആസ്വദിക്കുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഏതായാലും നനഞ്ഞു, കുളിച്ചിട്ടേ കയറൂ. ഞാൻ ഒരാളെ പൈസ എടുക്കുമോ, ഞാൻ സംഘടനേൻ്റെ പേര് പറഞ്ഞിട്ട് പൈസ മുക്കുമോ, വീട് കെട്ടുമോ, സഹകരണ സൊസൈറ്റിയിൽ നിന്ന് പൈസ എടുത്തിട്ട്
ഡിപ്പാർട്ട്മെന്റ് മാറിപ്പോവോ ഒന്നും ചെയ്തിട്ടില്ല. കുറേ ഊളന്മാർ പല തെമ്മടിത്തരും ചെയ്തിട്ടാണ് പിന്നെ നമ്മളെ നേരെ കയറുന്നത്. പല ഊളന്മാരും കാട്ടിൽ പോയിട്ട് ചക്ക കൊണ്ടുവന്നു. കേസ് കൊടുക്ക്, കേസ് കൊടുക്ക്, കേസ് വിടടേ, കേസ് വിടടേ. അവളെ മുറ്റത്തുനിന്ന് തുണി ഉടുത്തിട്ട് കുടിച്ചു. കേസ് വിട്. ഓ, ഞരമ്പന്മാരായ സർക്കാർ ജീവനക്കാർക്ക് ഇനി എന്ത് വേണോ? ഞരമ്പന്മാര് അയ്യോ, ബാത്റൂമിൽ ക്യാമറ വെക്കുന്നവന്റെ അവസ്ഥ ഞാൻ ആലോചിക്കുന്നു. പോലീസ് പിന്നെ ഞാനിന്ന് ഞങ്ങളുടെ നാട്ടിലൊരു ബീച്ചപ്പോൾ വന്നതാ. അപ്പം എനിക്ക് തോന്നി ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുണ്ടാവും. ബീച്ചും ഈ മഴയത്ത് അതൊരു നല്ല മെസ്സേജ് അല്ല. എന്തെങ്കിലും കാരണവശാൽ കുട്ടികളൊക്കെ ഓടിപ്പോയി വീണ് കഴിഞ്ഞാൽ ഈ ശരിക്കും ഇന്ന് പോകാൻ തന്നതാ. ക്യാമറമാനും ഉണ്ട്. ഇന്ന് ഒരു നല്ല വീഡിയോ എടുക്കാൻ വെച്ചതാ. എനിക്ക് തോന്നി അതൊരു നല്ല മെസ്സേജ് അല്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പലതും ചെയ്യും, അതിൻ്റെ മേലെ നിങ്ങൾ കേസെടുക്കും. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പലതും ചെയ്യും. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പലതും ചെയ്യും. 10-30 സെൻറ്റ് സ്ഥലമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് റോഡുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളെ വിഷയമൊന്നല്ലാന്ന്. രഹസ്യമായിട്ട് തെമ്മാടിത്തരം ചെയ്യുന്നവർക്ക് കുളിയാണ് പ്രശ്നം. ഓ, നമ്മൾ കുളിക്കോ ജപിക്കോ ചക്കമുറിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യും. നല്ല കാര്യത്തിന് ഒരുത്തനും ശരിക്കും ചക്ക പറിക്കുമ്പോ താഴെ വെയിറ്റ് കൊണ്ടൊക്കെ വീണു. അപ്പൊ പിന്നെ എന്തായാലും കഴുകണ്ടേ. അതും വേറൊരു കെട്ട ചക്കന്റെ മുന്നിൽ. ചക്ക നന്നായിട്ട് കഴുകി. വൃത്തി ഒരു പ്രശ്നമാണ്. വൃത്തി കാരണം ഈ ഇതിൻ്റെ മേലെ അട്ടയൊക്കെ ഉണ്ട്. ഏത് ഈ പഴുത്ത വീണ ചക്കൻ്റെ മേലെ അട്ട ചേരട്ട. അപ്പോൾ കുറേ പ്രാവശ്യം അതാ കഴുകിയത്. ഇവിടെയെല്ലാം കുറേ ഊച്ചാളി നേതാക്കന്മാരുണ്ട്. അമ്മയോ പെങ്ങളോ ഒന്നുമില്ലാത്ത ടീം. എന്നിട്ട് അവരെല്ലാം ഇപ്പം എന്തൊരു ഡീസൻറ്റ്. എന്താ ഡീസൻറ്റ് കാണൂ. വരുവോ? തെണ്ടേ അടിച്ചവന് മറക്കും, കൊണ്ടവന് മറക്കൂല.
അപ്പൊ ഒരുപാട് 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 കാര്യങ്ങൾ. അതായത് എൻ്റെ ഫോണെല്ലാം നനഞ്ഞു. 10 പൈസ യൂട്യൂബിൽ നിന്നില്ല. പിന്നെ ചക്കക്കാട്ടിൽ പോയി പറിച്ച് കഴുകി മുറിച്ചു. പക്ഷെ ഇതിനൊരു എൻ്റെ കൈ കൊത്തി ഒന്നാവില്ല. അങ്ങനത്തെ ഒരു കൈക്കോത്തു അല്ല കത്തി. ഇതിനോണ്ട് മുറിച്ചിട്ട് ഇനി ഇത് കഴുകി വൃത്തിയാക്കണം. ഒരു ഇത് ശരിക്കും തേങ്ങ ഉടക്കാൻ മാത്രമേ ഉള്ളൂ. വിളഞ്ഞ അത് ശരിക്കും തേങ്ങ ഇങ്ങനെ ഉടക്കാനേ കൊള്ളൂ. അപ്പോൾ ചക്ക പറിച്ച് മുറിച്ച് സിറ്റ് ഔട്ട് രാത്രിത്തെ മഴക്ക് ഇങ്ങനെ കാറ്റിന് കയറി വൃത്തികേടൊക്കെ വൃത്തിയാക്കി പുറത്ത് പോയപ്പോൾ ഭയങ്കരമായിട്ട്, പുറത്തല്ല കാട്ടിൽ പോയപ്പോൾ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞു. അതൊക്കെ കഴുകി കളഞ്ഞു. മുറ്റത്തുണ്ടായി വൃത്തികേട് കളഞ്ഞു. ചക്ക വെട്ടി മുറിച്ചു. ഇനി എന്ത് വേണം? പിന്നെ സാമ്പാറും ചോറും ആക്കി. ഇന്ന് റേഷൻ അരിയ വെച്ചത്, പെട്ടെന്നാവുമല്ലോ. പിന്നെ സാമ്പാറും പിന്നെ ചോറ് മാങ്ങ അച്ചറക്കി ഉണ്ട്. ഇനി ഒരു ചക്ക ഉപ്പേരി. ഉപ്പേരി മീൻസ് ചക്ക വേവിച്ചത്. പെട്ടെന്നാവും, മുറിച്ച് കിട്ടാനാ പാട്. അപ്പം അതും കൂടി ആയിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഡ്യൂട്ടി ആയി. നല്ലൊരു കുളി കഴിഞ്ഞു. അതായത് എൻ്റെ ഇഷ്ടപ്പെട്ട കുളി. തലയിൽ ഒഴിക്കണം, പക്ഷെ ഒഴിച്ചില്ല, കാരണം സൗണ്ടില്ല. സൗണ്ട് നഹി. അപ്പോൾ അവളെ സർവീസിൽ നിന്ന് തിരിച്ചെടുത്തുകൂടാന്ന് പറയുന്നവർക്കും, അവളെ സർവീസിൽ നിന്ന് തിരിച്ചെടുത്തുകൂടാന്ന് പറയുന്നവർക്കും, അവളെ ദ്രോഹിക്കണമെന്ന് പറയുന്നവർക്കും, പോലീസിനെ കൊണ്ട് തെറി വിളിപ്പിക്കുന്നവർക്കും, വീട്ടിലേക്ക് ആളെ അയക്കുന്നവർക്കും എല്ലാം വേണ്ടിയിട്ട് കേസ് കൊട്, കേസ് കൊട്, കേസ് കൊട്, കേസ് കൊട്, കേസ് കൊട്, കേസ് കൊട്. ഇവന്മാരെ മൂന്നാശയ്ക്ക് ജീവിക്കും പേടിച്ചിട്ട്. അതിപ്പോ ചത്തുപോയ ശംഭു നമ്പൂതിരി ഒന്നും കൂടി വന്ന് ഉണ്ടാക്കണടാ, ഒന്നും കൂടി വന്ന് ഉണ്ടാക്കണം. നീയൊക്കെ വിചാരിക്കുന്നേക്കല് ശ്രീലത എത്തണമെങ്കിൽ ഞാൻ അത്ര താഴൂല, ബോധത്തോടെ താഴൂല. പിന്നെ നിങ്ങൾ ചെയ്യും, കള്ളക്കേസിൽ കൊടുക്കും, കൊന്നുകെട്ടി തൂക്കും, വെട്ടും, ഇത്രയല്ലേ ചെയ്യൂ. ബാങ്കിലെ ആൾക്കാർ കൂട്ടത്തോടെ ഇല്ലാത്ത ആൾക്കാരെ വിളിച്ചതിൻ്റെ പേരിൽ, അക്കൗണ്ട് പോലും ഇല്ലാത്ത ആൾക്കാരെ വിളിച്ചതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യാൻ പോയപ്പോൾ കൂട്ടായ ആക്രമണം. വീഡിയോ എടുക്കുന്നു, തെറി പറയുന്നു. എന്നിട്ട് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഒരുത്തം വന്നു. അവൻ എന്നെ വിളിച്ച വാക്ക് എൻ്റെ വീഡിയോയിലുണ്ട്. സാംസ്കാരിക കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഉളുപ്പുകെട്ട കേരളം, ഉളുപ്പുകെട്ട നാട്, ഉളുപ്പുകെട്ട പോലീസ്, ഉളുപ്പുകെട്ട സർവീസ് സംഘടന. നാണും മാനും ഉളുപ്പും വേണം. ഉളുപ്പ്, ഉളുപ്പ്, ലജ്ജ. സ്വന്തം തന്തിയും തള്ളിയും വീട്ടിലുള്ള ഒരുവിധം ഉളുപ്പ്, ഒരുവിധം ലജ്ജ, ഒരുവിധം നാണുമാനം, ഒരുവിധം മനുഷ്യത്വം കട്ട് മുടിച്ച് സർവീസ് സംഘടനേൻ്റെ പേരിൽ കട്ട് മുടിച്ച് കട്ട് ഉണ്ടാക്കി, കട്ട് വീട് വെച്ച്, കട്ട് പെണ്ണ് പിടിച്ച് സർവീസ് സംഘടനേൻ്റെ പേരിൽ സുഖിച്ച് ജീവിച്ചവരാണ് തെമ്മാടിത്തരം ചെയ്യുന്നത്. അല്ലാണ്ട് എന്നെ പോലെയുള്ള ആളൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങളെ വെല്ലുവിളിക്കുന്ന പുല്ലന്മാരെ നിങ്ങൾ എന്ത് പുല്ല് വേണമെന്നാക്കിക്കോ. എനിക്കങ്ങനെ കൂടുതൽ കക്കാൻ ആഗ്രഹമില്ല, സ്ഥാനമാനങ്ങൾക്ക് ആഗ്രഹമില്ല, എനിക്കൊരു പുല്ലിനും ആഗ്രഹമില്ല. നിങ്ങൾ കഴിയുന്ന പോലെ ചെയ്തോ.
നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ കഴിയുന്ന പോലെ ചെയ്തോ. ശ്രീലതേൻ്റെ ഒരു രോമത്തിന് തൊടാൻ കഴിയില്ല. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ സർവീസ് സംഘടനകൾക്ക് ശ്രീലതേൻ്റെ ഒരു രോമത്തിന് തൊടാൻ പറ്റൂല. കേട്ടല്ലോ? അത് വിചാരിച്ചിട്ട് നിങ്ങൾ അർമാദിക്കണ്ട. അതിന് ഒരു ജന്മം കൂടി ജനിക്കണം നിങ്ങൾ.